ശരീരമെമ്പാടും അടിയേറ്റ പാടുകൾ, നെഞ്ചത്തും മുഖത്തും ഇടുപ്പിനും ചവിട്ടും മർദ്ദനവുമേറ്റ മുറിവുകൾ. ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലമില്ല. ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ രാംനാരായണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചോര തുപ്പി. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ രാംനാരായണനെ മർദ്ദിച്ചതെന്ന് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായവർ മറ്റു നിരവധി കേസുകളിലും പ്രതിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും ചർച്ചയാവുകയാണ്. അതേസമയം കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്നും വിമർശനമുയരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച 1 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയത്താണ് രാംനാരായണന് മർദ്ദനമേറ്റതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് രാംനാരായണനെ പ്രതികൾ മർദ്ദിച്ചത്. പ്രതികൾ വടി ഉപയോഗിച്ച് ഇതര സംസ്ഥാനക്കാരനായ യുവാവിന്റെ തലയ്ക്കും മുതുകിലും ക്രൂരമായി അടിച്ചു. നെഞ്ചത്തും ഇടുപ്പിലും മുഖത്തും ക്രൂരമായി ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തെ തുടർന്ന് രാംനാരായണൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ചോര തുപ്പിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർന്ന് പോലീസ് എത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കയറ്റി അയക്കുകയായിരുന്നു. രാത്രി 7:40 മരണം സംഭവിച്ചു. വാളയാർ സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസിനും സംഭവത്തിൽ വലിയ വീഴ്ചയുണ്ടായതായി സൂചനയുണ്ട്. സംഭവം ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വാഹനത്തിൽ ഒപ്പം പോകുന്നതിനോ രാംനാരായണനെ ആശുപത്രിയിൽ നേരിട്ടെത്തിക്കുന്നതിനോ പോലീസ് തയ്യാറായില്ലെന്ന് അറസ്റ്റിലായ 5 പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാംനാരായണൻ മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് കേസിലേക്കും മറ്റ് നടപടികളിലേക്കും കടന്നത്. ഇതിനിടെ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവർ പലരും രക്ഷപ്പെടുകയും ചെയ്തു. 15ഓളം പേരെ അന്നു തന്നെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഏറെ പേരെയും പിന്നീട് വിട്ടയച്ചു. പേരാണ് രാംനാരായണനെ മർദ്ദിച്ചതെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് 5 പേരെ മാത്രം. പിടിയിലാവാനുള്ള പലരും നാടുവിട്ടു. ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക പരിശോധനകളിലാണ് അറസ്റ്റ് ഭയന്ന് 10ലേറെ പേർ ഒളിവിൽ പോയതായി കണ്ടെത്തിയത്. പിടിയിലായവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചില സ്ത്രീകളും രാംനാരായണനെ വടികൊണ്ട് തല്ലിയതായി സൂചനയുണ്ട്. കൂടുതൽ വീഡിയോ ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ്. ക്രൈംബ്രാഞ്ച് സംഘം പൂർണ്ണ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്ന മുറയ്ക്ക് റിമാൻഡിലുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തും. കേസിലെ മറ്റ് പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്കും ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ നീങ്ങുമെന്നാണ് സൂചന. നിലവിൽ ചുമത്തിയിട്ടുള്ള കൊലപാതക കുറ്റത്തിന് പുറമെ ആൾക്കൂട്ട കൊലപാതകം, SC/ST പീഡന നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ്. സോ അന്വേഷണം പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്, ആ ഓഫൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നു. ആസ് പെർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫർദർ പ്രോഗ്രസ് കേസിൻ്റെ. അതിനിടെ പ്രതികളുടെ രാഷ്ട്രീയവും ക്രിമിനൽ പശ്ചാത്തലവും ചർച്ചയാകുകയാണ്. നിലവിൽ അറസ്റ്റിലായ 4 പേരും BJP അനുഭാവികളാണ്. 1-ാം പ്രതി അനു 15ഓളം കേസുകളിലെ പ്രതിയാണ്. മാരകായുധങ്ങളുമായുള്ള ആക്രമണം, അടിപിടി എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 2-ാം പ്രതി പ്രസാദിനും 3-ാം പ്രതി മുരളിക്കുമെതിരെ വാളയാർ സ്റ്റേഷനിൽ 2 വീതം കേസുകളുണ്ട്. 4-ാം പ്രതി ആനന്ദിനെതിരെ വാളയാർ പോലീസ് സ്റ്റേഷനിൽ 1 കേസുണ്ട്. 5-ാം പ്രതി വിപിൻ പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷനിലെ 2 കേസുകളിലും വാളയാർ സ്റ്റേഷനിലെ 1 കേസിലും പ്രതിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന ആവശ്യവും അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിക്കും. ന്യൂസ് 18 പാലക്കാട്.